മാറിയോ? ഇതെപ്പോ? നിത്യ കൗതുകം മറച്ചു വെക്കാതെ ചോദിച്ചു. അതൊക്കെ വലിയ കഥയാണ് മോളെ. ഇവിടെ നിന്ന് പറഞ്ഞാൽ മതിയോ അല്ല അകത്ത് വന്ന് പറഞ്ഞാൽ മതിയോ? ആതിര തമാശ രൂപേണ പറഞ്ഞു. അതു കേട്ടതും നിത്യയ്ക്ക് അമളി പറ്റിയ പോലെ തലക്കിട്ട് സ്വയം ഇടിച്ചു. ശേഷം അവരെ അകത്തേക്ക് വിളിച്ചു. അവർ ഒരുമിച്ച് അകത്തേക്ക് നടന്നു. നിത്യയുടെ അച്ഛനും അമ്മയും TV കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നിത്യയുടെ ശബ്ദം കേട്ടതും അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് നോക്കി. കാർത്തിക്കിനെയും ആതിരയെയും ഒരുമിച്ച് കണ്ടതും അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു. നിത്യ അവർക്ക് കാർത്തിക്കിന്റെ ഫോട്ടോ നേരത്തെ കാണിച്ചിരുന്നു. അതുകൊണ്ട് അവർക്ക് കാർത്തിക് ആരാണെന്നറിയാമായിരുന്നു. അല്പനേരം സംസാരിച്ച ശേഷം അവരുടെ നിർബന്ധം കാരണം അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ കാർത്തിക് എല്ലാവരോടും യാത്ര പറഞ്ഞു. ആതിരയും കൂട്ടി അവിടെ നിന്നിറങ്ങി. കാർത്തിക്കിന്റെ ഫ്ലാറ്റിന്റെ കതക് തുറന്ന് കാർത്തിക് അകത്തേക്ക് കടന്നു. പുറകെ വന്ന ആതിര ഫ്ലാറ്റിനുള്ളിലേക്ക് കയറിയതും അവൾ അറിയാതെ കരഞ്ഞുപോയി. കാർത്തിക് അത് കണ്ടതും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്തു പറ്റി? ഒന്നുമില്ല, വീണ്ടും ഇവിടെ തിരിച്ചു വരാൻ പറ്റുമെന്ന് കരുതിയില്ല. അതോർത്തപ്പോൾ പെട്ടെന്ന്. ആതിര കണ്ണുനീർ തുടച്ചു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതാണോ കാര്യം? അത് നീ തന്നെ വരുത്തിയതല്ലേ ആ രശ്മിക്ക് വേണ്ടി. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അവളുടെ ഭാഗത്ത് ന്യായമില്ലേ? നല്ല പോലെ പോകുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി ഞാൻ കയറി വന്നു. പാവം രശ്മി എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവും. എല്ലാം ഒരു നിമിഷം തകർന്നില്ലേ? ആ സാഹചര്യത്തിൽ ആരായാലും അങ്ങനെ പെരുമാറുകയുള്ളൂ. എനിക്കറിയാം, ശരിക്കും അവളൊരു പാവാണ്. അവള് മറ്റൊരു ലൈഫ് ഡിസർവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ പോയി വിശ്രമിക്കുക. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. അറിയാലോ, ഇപ്പൊ നീ ഒറ്റയ്ക്കല്ല. ആതിര ഒന്ന് തലയാട്ടി തൻ്റെ മുറിയിലേക്ക് പോവാൻ ഒരുങ്ങിയതും, ഹലോ, എങ്ങോട്ടാ? അങ്ങോട്ടേക്കല്ല, ഇങ്ങോട്ടേക്ക്, തൻ്റെ മുറി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കാർത്തിക് പറഞ്ഞു. ആതിര അവിടെ നിന്നു ഒന്ന് പുഞ്ചിരിച്ചു. അവൾ ആ വാക്ക് കേൾക്കാൻ കൊതിച്ചതുപോലെ. അവൾ ഒന്നും മിണ്ടാതെ കാർത്തിക്കിൻ്റെ മുറിയിലേക്ക് നടന്നു. ആതിര ഒന്നും പറയാതെ തൻ്റെ മുറിയിലേക്ക് പോകുന്നത് കണ്ട കാർത്തിക് സന്തോഷത്തോടെ അവളുടെ ലഗേജ് എടുത്തുകൊണ്ട് അവളുടെ പുറകെ നടന്നു. പിറ്റേ ദിവസം കാർത്തിക്കും ആതിരയും ഒരുമിച്ചാണ് ഓഫീസിൽ പോയത്. ഓഫീസിൽ എത്താനായതും ആതിര എന്നും ചെയ്യുന്നത് പോലെ തന്നെ ഓഫീസിൽ നിന്ന് കുറച്ചകലെ അവൾ ഇറങ്ങി നടന്നു പോകാറുള്ള സ്ഥലം എത്താനായപ്പോൾ അവൾ ഇറങ്ങാനായി തയ്യാറെടുത്തു. പക്ഷേ കാർത്തിക് അവിടെ നിർത്താതെ പോകുന്നത് കണ്ട് ആതിര സംശയത്തോടെ കാർത്തിക്കിനെ നോക്കി ചോദിച്ചു, കാർത്തിക്, നിർത്ത്, ഞാൻ ഇറങ്ങണ്ടേ? സ്ഥലം എത്തി. അവൾ പറയുന്നത് കേട്ട് ഭാവം നടിക്കാതെ കാർത്തിക് കാർ നേരെ ഓഫീസിന്റെ കാർ പാർക്കിങ്ങിൽ ചെന്ന് നിർത്തി. പിന്നെ അവൻ വണ്ടിയിൽ നിന്നിറങ്ങി. ആതിര സംശയത്തോടെ കതക് തുറക്കാനായി ആഞ്ഞതും കാർത്തിക് അവളുടെ വശത്തെ കതക് തുറന്നു. വാ, ഇറങ്ങ്. അവൾ അത്ഭുതത്തോടെ ഇറങ്ങി. ഇതെന്താ ഇവിടെ നിർത്തിയത്? അതിന് കാർത്തിക് ഒന്നും പറയാതെ അവളുടെ കൈയും പിടിച്ച് നേരെ ഓഫീസിലേക്ക് കയറി. നേരെ ലിഫ്റ്റിൽ കയറി. അതിനുള്ളിൽ അവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെന്താ കാർത്തിക് ഈ കാണിക്കുന്നത്? ഇത് എല്ലാവരും കണ്ടാൽ എന്താവും കരുതുക? എന്ത് കരുതാൻ? നമ്മൾ ലീഗലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലേ? അതെ, പക്ഷേ അതിവിടെ ആർക്കും അറിയില്ലല്ലോ. ഇനി ഈ ഒളിച്ചു കളി വേണ്ട. ഇന്നത്തോടെ ഈ നാടകത്തിനൊരു അവസാനം കാണണം. പുഞ്ചിരിച്ചുകൊണ്ട് കാർത്തിക് പറഞ്ഞു. പിന്നെ അവളുടെ കൈകളിൽ അവൻ്റെ കൈ കോർത്തു പിടിച്ചു. അപ്പോൾ തന്നെ ലിഫ്റ്റ് തുറന്നു. കാർത്തിക് ഓഫീസിലൂടെ അവളുടെയും കൈയും പിടിച്ച് നടന്നു. ആ നടക്കുന്നതിൻ്റെ ഇടയിലും ആതിര ഭയത്തിലായിരുന്നു. അവൾ ഈ ഒളിച്ചുകളി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൾ എന്തുകൊണ്ടായിരിക്കും ഒളിച്ചുകളി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കാത്തത്? എന്തായിരിക്കും അവളുടെ മനസ്സിൽ? കാർത്തിക് ആതിരയുടെ കൈയും പിടിച്ച് എല്ലാവരുടെയും ശ്രദ്ധ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നിന്നു. ഹലോ എവരിബഡി. ആതിര കാർത്തിക്കിനെ ആശ്ചര്യത്തോടെ നോക്കി. ഇവനിത് എന്തു ഭാവിച്ചാണ് എന്ന ഭാവത്തിൽ നോക്കി നിന്നു. നിത്യയും അരുണും റോയും രശ്മിയും ബോസും ഉൾപ്പെടെ എല്ലാവരും അതേ ഭാവത്തിൽ തന്നെ അവനെ നോക്കി. ഹലോ ഗായ്സ്, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ എൻ്റെ കല്യാണം കഴിഞ്ഞു.
കുറച്ച് നാളുകൾക്ക് മുമ്പേ തൊട്ടേ ഞാൻ വിവാഹിതനാണ് കേട്ടോ. കാർത്തിക് പറഞ്ഞത് കേട്ട് നിത്യയും റോയും അരുണും ഒഴികെ എല്ലാവരും സ്തംഭിച്ചു നിന്നു. നീ സത്യമാണോ ഈ പറയുന്നത്? എന്തിനാ പിന്നെ ഇത്രയും നാൾ മറച്ചു വെച്ചത്? ബോസ് അവിടെ നിന്ന എല്ലാവരിലുമുള്ള സംശയം അവനോട് ചോദിച്ചു. അത് ഞാൻ ചെറിയ പ്രശ്നങ്ങൾ, പേഴ്സണലാണ്, എല്ലാം ഞാൻ പറയാം. അത് നീ പിന്നെ പറഞ്ഞാൽ മതി. പോട്ടെ, നിന്റെ ഭാര്യയെ എപ്പോൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തും? അതിന് എൻ്റെ ഭാര്യ നിങ്ങളെല്ലാം അറിയുന്ന ഒരാളാണ്. കാർത്തിക് പറഞ്ഞത് കേട്ട് എല്ലാവർക്കും സംശയവും കൗതുകവും ഉണ്ടായി. രശ്മിയുടെയും കാർത്തിക്കിൻ്റെയും കാര്യം എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് എല്ലാവരും അവളെ തന്നെ നോക്കി. രശ്മി അതിശയഭാവത്തോടെ എല്ലാവരെയും നോക്കി. കാരണം എല്ലാവരും അപ്പോൾ കരുതിയത് അവളായിരിക്കും അവൻ്റെ ഭാര്യ എന്ന്. ആരും അറിയാതെ അവർ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞുവെന്നും കരുതി. ആകാംക്ഷയോടെ നിൽക്കുന്ന എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി അവൻ മെല്ലെ ആതിരയെ ചേർത്തു പിടിച്ചു. ഇവളാണ് എൻ്റെ ഭാര്യ, മിസ്സിസ് ആതിര കാർത്തിക്. ഇത് കേട്ടതും രശ്മിയും നിത്യയും റോയും അരുണും ഒഴികെ ബാക്കിയുള്ളവർ എല്ലാവരും വിശ്വസിക്കാനാവാതെ നിന്നു. അതുമാത്രമല്ല കേട്ടോ, ഞാനിപ്പോൾ ഒരച്ഛനാവാൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം എൻ്റെ വക ചെറിയൊരു പാർട്ടിയും ഉണ്ടാകും. അത് കേട്ടതും എല്ലാവരും സന്തോഷിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്തു. പിന്നീട് എല്ലാവരും അവരുടെ ജോലിയിൽ മുഴുകി. ആതിരയോട് അവളുടെ ഫ്രണ്ട്സ് അവരുടെ കാര്യം മറച്ചു വെച്ചതിന് പരിഭവം പറയുകയും കളിയാക്കുകയും ചെയ്തു. കാർത്തിക്കിൻ്റെ ഫ്രണ്ട്സും ഇതിൽ കുറവൊന്നും അല്ല കേട്ടോ. വൈകുന്നേരം പാർട്ടി എല്ലാവരും സന്തോഷത്തോടെ പങ്കെടുത്തു. രശ്മിയും സത്യത്തോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരുന്നു. കാർത്തിക്കും ആതിരയും എല്ലാം മറന്ന് സന്തോഷത്തിലാണ്. അവരെ കാത്തിരിക്കുന്ന അപകടമറിയാതെ പാർട്ടികൾ മുറുകുന്നു. എല്ലാവരും വലിയ ഹോട്ടലിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ വഴിയിൽ ഒരു ഐസ്ക്രീം വണ്ടി കാണുന്നു. ആതിരയ്ക്ക് അത് കണ്ടപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ കൊതി തോന്നി. നിർത്ത്, ആതിര പറഞ്ഞത് കേട്ട് കാർത്തിക് എന്തെന്ന ഭാവത്തിൽ കാർ നിർത്തി അവളെ നോക്കി. ആതിര റോഡിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഐസ്ക്രീം വണ്ടി ചൂണ്ടിക്കാട്ടി അത് വേണമെന്ന് പറഞ്ഞു. കാർത്തിക് വണ്ടിയിൽ നിന്നിറങ്ങി റോഡിന് മറുവശം കടന്ന് ഐസ്ക്രീം വാങ്ങി തിരികെ റോഡ് മുറിച്ച് കടക്കവേ ഒരു കാറ് അവൻ്റെ നേരെ പാഞ്ഞു വന്നു. ആതിര അത് കണ്ട് ഞെട്ടി കണ്ണുകൾ അടച്ചു നിന്നു. പക്ഷേ അവൻ്റെ നേരെ വന്ന കാർ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് റോഡിൽ ഒരു കറക്കം കറങ്ങി അവനെ ഇടിച്ചില്ല എന്ന രീതിയിൽ നിന്നു. ആ കാറിലിരുന്ന ആൾ ഗ്ലാസ് താഴ്ത്തി തല പുറത്തേക്കിട്ട് കാർത്തിക്കിനോട് ഒരു സോറി പറഞ്ഞുകൊണ്ട് വീണ്ടും ഗ്ലാസ് മേളേക്ക് പൊക്കി വണ്ടി എടുത്തുപോയി. ആ സമയം നേരത്തെ കണ്ണുകൾ തുറന്ന ആതിര ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ആ കാറ് പോയതും കാർത്തിക് ഐസ്ക്രീമുമായി അവളുടെ അടുത്തേക്ക് ചെന്നു. ആതിര വേഗം കരഞ്ഞുകൊണ്ട് കാർത്തിക്കിനെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. പതുക്കെ കെട്ടിപ്പിടിയടി, ഇങ്ങനെ മുറുക്കെ കെട്ടിപ്പിടിച്ചാ എൻ്റെ കുഞ്ഞിന് ശ്വാസം മുട്ടൂലേ? കാർത്തിക് തമാശയോടെ പറയുന്നത് കേട്ട് ആതിര പതിയെ അവളുടെ കൈ വിട്ടുമാറി. ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ ഒന്ന് പതിയെ 2 കൈ കൊണ്ട് ഇടിച്ചു. ഞാൻ എത്ര പേടിച്ചെന്നറിയോ? എൻ്റെ ജീവൻ പോയി. നിനക്കെന്തെങ്കിലും പറ്റിയാലോ? എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. അതിന് എനിക്കൊന്നും പറ്റിയില്ലല്ലോ. വീണ്ടും അവളുടെ വാടിയ മുഖം കണ്ട് കാർത്തിക് തൻ്റെ കയ്യിലെ ഐസ്ക്രീം അവൾക്ക് നേരെ നീട്ടി. അവൾ അത് വാങ്ങി കാറിൽ കയറി. അവനും ചിരിച്ചുകൊണ്ട് കാറിൽ കയറി. അവരുടെ കാർ അവിടെ നിന്ന് ദൂരേക്ക് പാഞ്ഞു. അവർ ഫ്ലാറ്റിലെത്തിയതും അവർ 2 പേരും ആതിരയുടെ കാര്യം മാതാപിതാക്കളെ അറിയിച്ചു. എല്ലാവരും വളരെ സന്തോഷത്തിലായി. പിറ്റേ ദിവസം അവർ എല്ലാവരും കാർത്തിക്കിൻ്റെ ഫ്ലാറ്റിലെത്തി. മാസങ്ങൾ കടന്നുപോയി. ആതിര ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. കാർത്തിക് ഒരു ചെറിയ വീട് വാങ്ങി അങ്ങോട്ടേക്ക് മാറി. ആതിര മെഡിക്കൽ ലീവ് എടുത്തു. അവളെയും കുഞ്ഞിനെയും നോക്കാൻ 2 അമ്മമാരും അവിടെ തന്നെ നിന്നു. കാലങ്ങളും നാളുകളും കടന്നുപോയി. കാർത്തിക്കിൻ്റെ കുഞ്ഞിന് ഇന്ന് 1.5 വയസ്സായി. അങ്ങനെ ഒരു നാൾ ആതിരയ്ക്ക് കമ്പനിയുടെ ഭാഗമായി കോയമ്പത്തൂരിലേക്ക് പോവേണ്ടി വന്നു. അങ്ങനെ കാർത്തിക് കുഞ്ഞിനെ താൻ നോക്കിക്കൊള്ളാം, നീ സമാധാനത്തോടെ പോയി വരാൻ പറഞ്ഞു വിട്ടു. അങ്ങനെ ആതിര ഒരു ദിവസത്തെ മീറ്റിങ്ങിന് പോയി.
മീറ്റിംഗ് കഴിഞ്ഞതും ആ ദിവസം രാത്രി തന്നെ ആ കമ്പനിയിൽ പറഞ്ഞ് ഒരു ടാക്സിയിൽ നാട്ടിലേക്ക് പുറപ്പെട്ടു. കാർത്തിക് ഫോണിൽ വിളിച്ച് ആതിരയോട് ഇന്ന് വരാതെ നാളെ വരാൻ പറഞ്ഞിട്ടും അവൾ കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ കഴിയാതെ പെട്ടെന്ന് വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ കാർ റോഡിലൂടെ പോകുമ്പോൾ ഒരു ലോറി വന്ന് കാറിലിടിച്ചു. അവൾ പോയത് ഒരു കൊക്കയുടെ സൈഡിലൂടെ ആയതിനാൽ കാറ് നേരെ കൊക്കയിലേക്ക് മറിഞ്ഞു. മറിഞ്ഞ കാർ നിന്നിടത്തിൽ നിന്ന് കത്തിജ്വലിച്ചു. ഇതൊന്നും അറിയാതെ അവളെയും കാത്ത് നിൽക്കുകയാണ് കാർത്തിക്. 3 വർഷങ്ങൾക്ക് ശേഷം ആതിര ഗ്രൂപ്പ്സ് എന്ന IT കമ്പനി. കാർത്തിക് ഒരു സ്റ്റാർട്ടപ്പായി തുടങ്ങിയ ബിസിനസ് അവൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് 1 വർഷം കൊണ്ട് തന്നെ വളരെ വളർന്നു. കാർത്തിക് തിരക്ക് പിടിച്ച് കമ്പനിയിൽ നിന്നിറങ്ങി വേഗം കാറിൻ്റെ ബാക്കിൽ കയറി. ഡ്രൈവർ കാർ എടുത്തു. കാറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കാർത്തിക് മെല്ലെ സീറ്റിൽ ചാരി കണ്ണടച്ചിരുന്നു. അവൻ്റെ മനസ്സിൽ മുഖം പോലും വ്യക്തമാകാതെ മുഴുവനായി മൂടിയ ആതിരയുടെ മുഴുവനായി കത്തിക്കരിഞ്ഞ ബോഡി ചില്ലുപെട്ടിയിൽ ആംബുലൻസിൽ കൊണ്ടുവന്നിറങ്ങിയതും എല്ലാവരും ചുറ്റിയിരുന്ന് കരയുന്നതും എല്ലാം മനസ്സിലേക്ക് ഓടിക്കൊണ്ടിരുന്നു. സാർ, സ്ഥലമെത്തി. ഡ്രൈവറിൻ്റെ വിളി കേട്ടാണ് കാർത്തിക് ഉണർന്നത്. ഡ്രൈവർ പുറത്തിറങ്ങി നിന്ന് അല്പസമയത്തിനകം കാർത്തിക് കാറിൽ നിന്ന് ഒരു വെള്ളമുണ്ട് മാത്രം ധരിച്ചിറങ്ങി. അത് ഒരു കടൽ തീരമായിരുന്നു. അവിടെ ആതിരയുടെ മാലയിട്ട ഫോട്ടോയും കർമ്മങ്ങൾക്കുള്ള സാധനങ്ങളും, അതിനരികിൽ മന്ത്രം ജപിച്ചുകൊണ്ട് പൂജാരിയും, അതിനരികിൽ സാരിയും ഉടുത്തുകൊണ്ട് നിത്യയും നിൽക്കുന്നു. അവളുടെ കഴുത്തിൽ താലിയും നെറ്റിയിൽ സിന്ദൂരവുമുണ്ട്. അവളുടെ കയ്യിൽ 3-4 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമുണ്ട്. അതാണ് കാർത്തിക്കിൻ്റെയും ആതിരയുടെയും മകൾ ആത്മിക, അമ്മു. ആ കർമ്മം കഴിഞ്ഞതും അവർ 3 പേരും വീട്ടിലേക്ക് തിരികെ പോയി. ഒരു വലിയ വീട്. ആ വീട്ടിൽ കാർത്തിക്കിൻ്റെ അച്ഛനും അമ്മയും, ആതിരയുടെ അച്ഛനും അമ്മയും, നിത്യയുടെ അച്ഛനും അമ്മയും, റോയും അരുണും എല്ലാവരുമുണ്ട്. ആതിരയുടെ ഓർമ്മ ദിവസമായതുകൊണ്ട് വന്നതാണ് എല്ലാവരും. അമ്മുവിനെ കാർത്തിക്കിൻ്റെ അമ്മ കയ്യിൽ വാങ്ങി. കാർത്തിക് നേരെ തൻ്റെ റൂമിലേക്ക് പോയി. വൈകുന്നേരം നിത്യയുടെ അച്ഛനും അമ്മയും റോയും അരുണും എല്ലാവരോടും യാത്ര പറഞ്ഞ് തിരികെ പോകാൻ ഓരോരുത്തരുടെയും കാറിലായി കയറി. നിത്യയുടെ അച്ഛനും അമ്മയും അരുണിൻ്റെ കാറിൽ കയറി. അല്പസമയം കഴിഞ്ഞ് നിത്യ അരുണിൻ്റെ കാറിൽ കയറി ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു. ആ സമയം അരുൺ കാറിൽ കയറാൻ നിൽക്കവേ കാർത്തിക് അവനോട് പറഞ്ഞു, എടാ, നാളത്തെ മീറ്റിംഗ് മറക്കേണ്ട, നേരത്തെ വന്നോണം. അത് നീ പേടിക്കണ്ടടാ, ഇതിനെ നേരത്തെ തന്നെ പറഞ്ഞയക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കാറിൽ ഇരുന്നു കൊണ്ട് നിത്യ ചിരിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും അരുണും കാർത്തിക്കും തമ്മിൽ നോക്കി ചിരിച്ചു. നിത്യ നേരെ വന്ന് അരുണിൻ്റെ കാറിൽ ഫ്രണ്ട് സീറ്റിലിരുന്നു. അവർ കാർത്തിക്കിനോട് ബൈ പറഞ്ഞു. കാർത്തിക് തിരിച്ചും ബൈ പറഞ്ഞു. പിറ്റേ ദിവസം കാർത്തിക് മീറ്റിങ്ങിന് റെഡിയാവുന്നു. ആ സമയം അവൻ്റെ ഫോൺ റിങ് ചെയ്തു. അരുണാണ് ലൈനിൽ. ഹലോ അരുൺ, പറയടാ. എടാ, ഒരു ഹാപ്പി ന്യൂസ്. ഞാനൊരു അച്ഛനാകാൻ പോകുന്നു. റിയലി? യാ, നിത്യയ്ക്ക് വിശേഷമുണ്ട്. അവളെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നീ വരുന്നില്ല, അതല്ലേ? ഇനി നീ വന്നാലും നിന്നെ കൂടെ കൂട്ടില്ല. ഞാൻ റോയിയെ കൂടെ കൂട്ടിക്കോളാം. താങ്ക്സ് ഡാ. താങ്ക്സ് ഒന്നും വേണ്ട. പിന്നെ നൈറ്റ് പാർട്ടി തന്നില്ലെങ്കിലാ. ഓക്കേടാ. അങ്ങനെ കാർത്തിക്കും റോയിയും കൂട്ടി ഹോട്ടൽ റോയൽ പാലസിലേക്ക് എത്തി. അവിടെ അവർ തുടങ്ങാൻ പോകുന്ന പുതിയ ബ്യൂട്ടി പ്രോഡക്ട്സ് കമ്പനിയുടെ കാര്യത്തിനായി പുതിയ പാർട്ട്ണർഷിപ്പിനായി പുതിയ പാർട്ട്ണറായ മാത്യുവുമായി മീറ്റിങ്ങിന് വന്നതാണ്. ഹോട്ടലിലെ മീറ്റിംഗ് സ്പോട്ട് വിത്ത് കഫേ. മാത്യുവും കാർത്തിക്കും റോയും ബിസിനസ് ചർച്ചകൾ എല്ലാം കഴിഞ്ഞ് സൈൻ ചെയ്തു. ആ സമയം അങ്ങോട്ടേക്ക് മാത്യുവിൻ്റെ മകളും ഭാര്യയും വന്നു. മാത്യു തൻ്റെ മകളെയും ഭാര്യയെയും പരിചയപ്പെടുത്തി. ഇതെൻ്റെ ഭാര്യ മറിയ, ആൻഡ് ഇതെൻ്റെ ഒരേ ഒരു മകൾ ടീന മാത്യു. പെട്ടെന്ന് റോയും കാർത്തിക്കും എഴുന്നേറ്റു. റോയ്ക്കും കാർത്തിക്കിനും അവരുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. കാർത്തിക്കിൻ്റെ ഹൃദയമിടിപ്പ് കൂടി. അവൻ മരവിച്ച പോലെ ടീനയെ തന്നെ നോക്കി നിന്നു. കാരണം ടീനയെ കാണാൻ ആതിരയെ പോലെ തന്നെയുണ്ട്. അതേ മുഖം, അതേ രൂപം. ശരിക്കും ആരാണവൾ?